ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ തക്കാളിച്ചോറാണ് കേട്ടോ. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചരി കൊണ്ട് ടൊമാറ്റോ റൈസ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പച്ചരി നല്ലതുപോലെ കഴുകിയെടുക്കാം. ഞാനിവിടെ 2 നാഴിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ അടവിന് എത്രയാണോ അതെടുക്കുക. പച്ചരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല അഴുക്കുണ്ടാവും. നല്ലതുപോലെ കഴുകണം. ഒരല്പം ചൂടുവെള്ളത്തിലും കഴുകിയാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാവേ. ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ പട്ടയും കുരുമുളകും ബേ ലീഫും പെരുംജീരകവും എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റാം. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം നമുക്ക് എന്തോരം വേണമെങ്കിലും ഒഴിക്കാം. കറക്റ്റായിട്ട് നമ്മൾ വറ്റിച്ചെടുക്കുകയല്ല, നമ്മൾ ചോറ് വെന്തതിന് ശേഷം കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തിരി കൂടുതൽ വെള്ളം വെച്ച് അത് തിളപ്പിച്ചെടുക്കാവേ. നമ്മുടെ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അരി അതോടുകൂടി ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉപ്പ് വെള്ളത്തിൽ കൂടി നിൽക്കണം. വെള്ളത്തിലും കൂടി നിന്നാലേ ചോറിലേക്ക് കറക്റ്റ് ഉപ്പാകത്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഇത് വേവിക്കാം കേട്ടോ. ആദ്യം നല്ലതുപോലെ തിളയ്ക്കുന്നിടം വരെ നമുക്ക് ഒരു ഹൈ ഫ്ലെയിമിലും ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് വേവിക്കാവേ. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം മിക്സിയുടെ ജാറിലിട്ട്. ഇനി നമുക്ക് തക്കാളി റെഡിയാക്കാനായിട്ട് നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം നെയ്യും പിന്നെ നമ്മൾ ഓയിലുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. പെരുംജീരകം പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് സബോളയും അതുപോലെ തന്നെ പച്ചമുളകും ഒരു 5 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ഉണ്ടായിരുന്നു. അതെല്ലാം കൂടിയിട്ട് ഉപ്പും കൂടിയിട്ട് ഒരു കുറച്ച് കറിവേപ്പിലയിട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റാം കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നപ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ വീണ്ടും വഴറ്റുവാണ്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് മസാലകൾ ചേർക്കുവാണ്. അപ്പോൾ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂണ് ഗരം മസാല, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെയാണ് ചേർത്തിരിക്കുന്നത്. ഇത്രയും മസാല മതി. ഇനി നമുക്ക് ഈ മസാലയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്നും കൂടി വഴറ്റിയെടുക്കാവേ. ഇപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ മസാല ഒന്നും കൂടെ ഒന്ന് വേകാനും ഒന്നും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഈ റെഡി ആയിട്ടിരിക്കുന്ന മസാലയുടെ മുകളിലേക്ക് നമ്മൾ ഊറ്റി മാറ്റി വെച്ചിരുന്ന അരി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലപോലെ ആ മസാല മുഴുവൻ നമ്മുടെ ഈ ചോറിലേക്ക് പിടിക്കണം. അതുപോലെ ഇളക്കിയെടുക്കണം. അതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റും കൂടി ഇതൊന്നും കൂടെ ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് ആ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതിയല്ലോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.